മലബാർ ദേവസ്വം ബോർഡിന് കൂടുതൽ അധികാരങ്ങൾ നൽകാൻ സർക്കാർ തീരുമാനം. ക്ഷേത്രങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ പൂർണ്ണമായും സുതാര്യമായിരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. എളുമ്പലശ്ശേരി ശ്രീ നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നവീകരണ കലശത്തോടനുബന്ധിച്ച് നടന്ന ഉദ്ഘാടന പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലബാർ ദേവസ്വം അതുപോലെ മലബാർ ദേവസ്വത്തിന് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും നൽകണം എന്നൊരു പ്രപ്പോസൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട്. തീർച്ചയായും കമ്മീഷണർ പറയുന്നത് എല്ലാവരും ഇത് ആലോചിച്ചൊരു നിയമാവലിക്കൊന്ന് രൂപം നൽകണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം മലബാറിൻ്റെ ചരിത്ര പ്രസിദ്ധിയുള്ള പല ക്ഷേത്രങ്ങളും ഇന്ന് വളരെയധികം സാമ്പത്തിക പ്രയാസം അനുഭവിക്കും. ആഗ്രഹിക്കുന്നത് മലബാറിൽ ഒരു പാലക്കാട് ജില്ലത്തെ എം എൽ എ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഒരു വരുമാനമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് കടാമ്പുഴ ക്ഷേത്രം. പക്ഷേ കടാമ്പുഴയിലൊക്കെ ഒരു പൂമോഡൽ ഇപ്പോഴും അധികം ചാർജ് ഈടാക്കുന്നില്ല. ക്ഷേത്രത്തിൽ പുതുക്കിപ്പണിത ശ്രീകോവിൽ, ചുറ്റമ്പലം, തിരുമുറ്റം, പ്രദക്ഷിണ വഴി, ആധ്യാത്മിക ഹാൾ എന്നിവയുടെ ഉദ്ഘാടനവും വി എ ശ്രീകുമാറിനുള്ള ശ്രേയാനം പുരസ്കാര സമർപ്പണവുമാണ് മന്ത്രി നിർവഹിച്ചത്. കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് VP രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K ശശികാന്ത്, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, A രാമസ്വാമി, പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ M ദണ്ഡപാണി, അസിസ്റ്റന്റ് കമ്മീഷണർ PK കണ്ണനുണ്ണി, KT രാമചന്ദ്രൻ, നവീകരണ സമിതി സെക്രട്ടറി V വിനോദ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ക്ഷേത്ര നവീകരണ വേദിയിലെ പ്രമുഖരെ ആദരിച്ചു.